വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് എറണാകുളം കോതമംഗലത്തെ കാളക്കടവ് എക്കോ പോയിന്റ്. കൂടുതൽ സൗകര്യങ്ങളൊരുക്കി കാളക്കടവിനെ മികച്ച ടൂറിസം കേന്ദ്രമാക്കാൻ ടൂറിസം വകുപ്പും പഞ്ചായത്തും നടപടികൾ തുടങ്ങി. കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റത്തിന് സമീപം പരന്നൊഴുകുന്ന പെരിയാറിൻ്റെ തീരത്താണ് മനോഹരമായ കാളക്കടവ് എക്കോ പോയിന്റ്. പ്രകൃതി രമണീയമായ ഈ നദീതീരത്ത് നിന്ന് ഒന്ന് കൂവി കാതോർത്താൽ പ്രതിധ്വനി കേൾക്കാം. ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളായ തട്ടേക്കാടും ഇഞ്ചത്തൊട്ടി പാലവുമെല്ലാം സന്ദർശിക്കാനെത്തുന്നവർ ഇപ്പോൾ കാളക്കടവിലും എത്തിയാണ് മടങ്ങാറ്. പച്ചപ്പ് നിറഞ്ഞ ഈ എക്കോ പോയിന്റിൽ നിന്ന് നോക്കിയാൽ പെരിയാറിൻ്റെ വീതി കൂടിയ ദൃശ്യവും ഒപ്പം കാടും മലയും വെള്ളവുമെല്ലാം ഇഴുകിച്ചേരുന്ന വിസ്മയ കാഴ്ചകളും ആസ്വദിക്കാം. കാളക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ വിനോദസഞ്ചാരികളെ കൂട്ടമായി ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുമെന്നും പഞ്ചായത്തിന് അതൊരു നേട്ടമായിരിക്കുമെന്നും കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ പഞ്ചായത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ടും അവർക്ക് ഈ മേഖലകളിൽ ഇറങ്ങുവാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയയാണ്. ഇവിടെ നിരവധി ആൾക്ക് ഒരു തൊഴിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിനും വരുമാനം ഉണ്ടാകും, ബിസിനസ്സുകാർക്ക് വരുമാനം ഉണ്ടാകും. അങ്ങനെ സാധ്യതകളുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ കാളക്കടവ് ഇപ്പം എന്തായാലും നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അവരതുമായി പദ്ധതിയുമായിട്ട് ഏതാണ്ടൊക്കെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഡെവലപ്പ് ചെയ്യും. ഇത് പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് ഈ ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉള്ള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ പരിഗണന കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാളക്കടവിൻ്റെ വികസന സാധ്യതകൾ ടൂറിസം വകുപ്പ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പടവുകൾ കെട്ടി ടൈലിട്ട് വഴി മോടി പിടിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. തട്ടേക്കാട് പക്ഷിസങ്കേതം, ചേലമല ട്രക്കിംഗ്, കൂരുകുളം, ഇഞ്ചത്തൊട്ടി തൂക്കുപാലം, കാളക്കടവ് എക്കോ പോയിന്റ് എന്നീ വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കിയുള്ള പദ്ധതിക്ക് വൻ പ്രചാരം ലഭിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, കൊച്ചി.